സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി പി.വി. അൻവർ. ജിഫ്രി തങ്ങളുടെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. മുഹമ്മദ് സുഹൈൽ വിവരങ്ങളുമായി. സുഹൈൽ, എന്താണ് വിശദാംശങ്ങൾ? കൂടിക്കാഴ്ച അവസാനിച്ചോ? അൻവറുടെ പ്രതികരണം എന്തെങ്കിലുമുണ്ടോ? അനുജ, കൂടിക്കാഴ്ച അവസാനിച്ചിട്ടുണ്ട്. അൻവർ ഏകദേശം 10 മണിയോടുകൂടി നിലമ്പൂർ ടൗണിലെത്തി മാധ്യമങ്ങളെ കാണും. കൊണ്ടോട്ടിയിലുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലെത്തിയാണ് അൻവർ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചത്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് പോവുകയായിരുന്നു. രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം പ്രതികരണത്തിനും തയ്യാറായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ അവസാനഘട്ട വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പി.വി. അൻവറും അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു എൻ ബ്ലോക്കായിട്ട് വോട്ടുകൾ വരാൻ സാധ്യതയുള്ള സമസ്തയുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടത്. സമസ്ത പൊതുവെ പ്രത്യക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന മതസംഘടനയല്ല. അവർ എപ്പോഴും സമദൂരം പാലിക്കുന്നതാണ്. പക്ഷെ നമുക്കറിയുന്ന പോലെ തന്നെ പലപ്പോഴും സമസ്ത എന്ന് പറയുന്നത് UDF-ന്റെയും ലീഗിന്റെയും ഉറച്ച വോട്ട് ബാങ്കായി തന്നെ അവർ കണക്കാക്കുന്നതാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അത്തരത്തിലല്ല രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങളുള്ളത്. പലപ്പോഴായി സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഈ വഖഫ് ബില്ലിലടക്കമുള്ള പ്രതിഷേധത്തിൽ ആ വേർതിരിവ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് ഇത്തവണ നിലമ്പൂർ അതിനൊരു ഉദാഹരണമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ സമസ്തയുടെ ഒരു നിലപാട് കൂടി അറിയാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂരിനെ വിലയിരുത്തുമ്പോൾ ആ വോട്ട് എവിടെ പോകുമെന്ന് അറിയുന്നതിൽ ആകാംക്ഷയുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് പി.വി. അൻവർ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചത്. അതിനപ്പുറത്തേക്ക് നേരത്തെ ജമാഅത്ത് ഇസ്ലാമി UDF കൂട്ടുകെട്ടിൽ AP സുന്നി വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തിയപ്പോഴും ഈ സമസ്ത അതിൽ മൗനം പാലിച്ചിരുന്നു. അവിടെ സമസ്തയ്ക്ക് ഒരു അമർഷമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കൂട്ടുകെട്ടിൽ UDF-ലേക്ക് വരാൻ സാധ്യതയുള്ള സമസ്ത വോട്ടുകൾ നഷ്ടപ്പെടുകയോ എന്ന ആകുലത മുന്നണികൾക്കുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സമസ്തയുടെ ഈ മണ്ഡലത്തെ വലിയ നിർണായക വോട്ട് ബാങ്കായ സമസ്തയുടെ വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയിൽ രാവിലെ തന്നെ പി.വി. അൻവർ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചത്. ഈ സന്ദർശനം കഴിഞ്ഞ് 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. അത് കഴിഞ്ഞ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാത്ത കൊട്ടിക്കലാശം ഇല്ലെന്ന് പ്രഖ്യാപിച്ച പി.വി. അൻവർ ആ സമയങ്ങളിലടക്കം നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞൊരു 3 ദിവസമായ ഇത്തരത്തിൽ പി.വി. അൻവർ പരസ്യ പ്രചാരണത്തിലേക്കും വോട്ട് കൃത്യമായി പോക്കറ്റുകൾ ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതടക്കം പ്രചാരണ രംഗത്ത് സജീവമായത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരിലേക്ക് എത്തുക, അതേസമയം തന്നെ പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള സാമുദായിക സംഘടന നേതാക്കളെ അടക്കം കാണുക എന്ന സ്ട്രാറ്റജിയാണ് അവസാന ഘട്ടത്തിലും പി.വി. അൻവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അനുജ.